ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക വഴി നമുക്ക് ഇന്ധന ലഭ്യത കുറയും. അതോടുകൂടി ഇന്ധനത്തിന്റെ വിലയിൽ വലിയ മാറ്റമുണ്ടാകും. അപ്പൊ ഇന്ധനത്തിന്റെ വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളമായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ബലിയാട്. മഹാരാഷ്ട്രയ്ക്ക് ഏറ്റവും കൂടുതൽ 32% റെമിറ്റൻസോ മറ്റേ മഹാരാഷ്ട്രയിലേക്കാണ് വരുന്നത്. 10% കേരളത്തിലേക്ക് വരുന്നുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ്, അതായത് ജീവനോപാധി തേടിയാണ് ഒരുപാട് മലയാളികളും ഗൾഫ് കൺട്രീസിലേക്ക് പലായനം ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ വിപണിയെ ബാധിക്കും. അത് ആഗോള തലത്തിൽ തന്നെ വിപണികളിൽ ചലനം സൃഷ്ടിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ലോക കേരള സഭ എന്നൊരു സഭയുണ്ടെങ്കിൽ ആ സഭയ്ക്ക് തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ തരത്തില് ഡിപ്ലോമസി കാണിക്കാൻ, നയതന്ത്രപരമായിട്ട് ഇടപെടാൻ കഴിയണം. പശ്ചിമേഷ്യയിൽ 80 ലക്ഷത്തിലധികം പ്രവാസികൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇത്രയും പ്രവാസികൾ ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന ഗൾഫ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അസ്ഥിരത കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ എങ്ങനെ ബാധിക്കും? ഡോക്ടർ മേരി ജോർജ് മാഡം ഒപ്പം ചേരുകയാണ്. മേരി മാഡം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ യുദ്ധ സാഹചര്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്നതാണ് ചർച്ച ചെയ്തത്. ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവാസികളുടെ പണം അതിനിർണായകമാണ്. അപ്പോൾ പശ്ചിമേഷ്യയിൽ നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന യുദ്ധാവസ്ഥ കേരളം പോലുള്ള പ്രവാസി ആശ്രിത സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറുമോ? എങ്ങനെയാണ് കേരളത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ബാധിക്കാൻ പോകുന്നത്? അതായത് കേരളത്തെ വലിയ തോതിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് നമുക്കറിയാം, ആകെ 1 കോടിയോളം ഇന്ത്യക്കാരാണ് അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്തും വളരെ കുറച്ചു പേർ പഠനത്തിന് പോയിട്ടുണ്ട്. വലിയ ഒരു ഭാഗം തൊഴിൽ തേടി പോയവരാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ റെമിറ്റൻസ്, വലിയ തോതിൽ റെമിറ്റൻസ് ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കുക, നമുക്ക് റെമിറ്റൻസ് അത് എത്രയാണ് ഗൾഫിൽ നിന്ന് വരുന്നത്, എത്രയാണ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് എന്ന തരത്തിലുള്ള കണക്ക് തിരിച്ച് RBIയുടെ വെബ്സൈറ്റ് നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വരുന്ന റെമിറ്റൻസസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ GSDPയുടെ 32% വരെ വന്ന കാലഘട്ടങ്ങളുണ്ട്. 2010-15 കാലഘട്ടങ്ങളിലൊക്കെ അത് നമ്മുടെ GSDPയുടെ, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 32% വരെ റെമിറ്റൻസ് ആയിരുന്നു. അപ്പം റെമിറ്റൻസ് ആയിരുന്നു എന്ന് പറയുമ്പം അത് ഏറ്റവും കൂടുതലും ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്നു എന്ന ഒരു ധാരണ നമ്മൾ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. കോവിഡ് കാലത്ത് 2022 IMF പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്, 22%. ആ 22% മൈഗ്രൻസ് ഉള്ള ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ളത് കേരളത്തിൽ നിന്നാണ്, 19%. ആകെ ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രൻസിന്റെ 19% കേരളത്തിൽ നിന്നാണ്. ഇനി 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 16-17% അവിടെ നിന്നുള്ളത്. പക്ഷേ റെമിറ്റൻസസ് വെച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയാണ് ഒന്നാമത്. കേരളം 10%, അതായത് 10%-ന്റെ മുകളിലാണ്. അതായത് ഓൾ ഇന്ത്യ തലത്തിലുള്ള റെമിറ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, കേരളത്തിലേക്കുള്ള റെമിറ്റൻസ് അല്ല. ഓൾ ഇന്ത്യ തലത്തിൽ ആകെ റെമിറ്റൻസ് നോക്കുമ്പോൾ ആകെ റെമിറ്റൻസിന്റെ 10-10.5%-ഓളമേ മലയാളികളായിട്ടുള്ളവര് റെമിറ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് ആ കണക്കിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോ അതായത് ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന 1 കോടിക്കടുത്തുള്ള ആൾക്കാരിൽ 40-45 ലക്ഷമോ അതിന് മുകളിലോ മലയാളികളാണ്. എന്നിട്ടും അത് തന്നെയുമല്ല, മൈഗ്രൻസിലെ 19% കേരളത്തിൽ നിന്നാണെന്നും പറയുന്നു. പക്ഷെ റെമിറ്റൻസിന്റെ 10% പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അൺസ്കിൽഡ്, സെമി സ്കിൽഡ് അങ്ങനെയുള്ളവരാണ് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ബഹുഭൂരിപക്ഷവും. അതേസമയത്ത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പോയിരിക്കുന്നവരൊക്കെ ഹൈടെക് എംപ്ലോയീസ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ വരുമാനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 16% പോയിരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് ഏറ്റവും കൂടുതൽ 32% റെമിറ്റൻസോ മറ്റേ മഹാരാഷ്ട്രയിലേക്കാണ് വരുന്നത്, 10% കേരളത്തിലേക്ക് വരുന്നുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സെമി സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ്, അതായത് ജീവനോപാധി തേടിയാണ്
ഒരുപാട് മലയാളികളും ഗൾഫ് കൺട്രീസിലേക്ക് പലായനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അവര് അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അരിഷ്ടിച്ച് ജീവിച്ച് ബാക്കി മുഴുവനും കേരളത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ റെമിറ്റൻസ് കേരളത്തിന്റെ GSDPയുടെ 32% വരെ എത്തി എന്ന് പറയണം. അപ്പൊ അതുപോലെ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം. കേരളത്തിൽ നിന്ന് തന്നെ വിവിധ തരം ജോലികളായിട്ട് ഹൈടെക് ആയിട്ട് തന്നെ അമേരിക്കയിലൊക്കെ ഇപ്പൊ GRE ഒക്കെ എഴുതി പഠിക്കാൻ പോകുന്നവര് അവരൊക്കെ അമേരിക്കയിൽ ജോലിയാകുന്നു. അങ്ങനെയുള്ളവർക്ക് വലിയ വരുമാനമുള്ളവരാണ്. അങ്ങനെ വരുമാനം കിട്ടുന്ന ജോലികളിൽ മറ്റ് രാജ്യം, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക്, UK, കാനഡ, ഓസ്ട്രേലിയ, USA ഇവിടങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള പഠനാവശ്യത്തിന് പോയി പിന്നെ അവിടെ ജോലിയായിട്ട് ഇരിക്കുന്നവരൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആണ് അധികവും. അപ്പൊ ആ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെ റെമിറ്റൻസും ഒക്കെയും കൂടി ചേർത്താണ് നമ്മുടെ GSDPയുടെ 32% വരുന്നു എന്ന് പറയുന്നത്. ഗൾഫ് മേഖലയിൽ നിന്ന് തന്നെ വരുന്നതല്ല നമ്മുടെ റെമിറ്റൻസ് GSDPയുടെ 32% എന്ന് പറയുന്നത് ഈ ആകെപ്പാടെയുള്ള റെമിറ്റൻസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അറിയാം, ജീവനോപാധി തേടി പോയിരിക്കുന്നവര് അവരുടെ ജീവനോപാധിയാണ് ഇപ്പൊ ഗൾഫില് ത്രട്ടൺ ചെയ്യപ്പെടുന്നത്, നഷ്ടപ്പെടുന്നത്. അവരുടെ വരുമാനം എത്ര ചെറുതോ വലുതോ ആകട്ടെ, അത് അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവനോപാധിയാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തെ ഇത് വളരെയധികം വലിയ തോതിൽ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ 32%-ായിരുന്ന GSDPയുടെ 32% എന്ന് പറഞ്ഞല്ലോ, അത് കോവിഡ് കാലത്ത് താഴേക്ക് വന്ന് 24% കുറഞ്ഞിരുന്നു GSDPയുടെ. അപ്പൊ അതങ്ങനെ കുറയാനുണ്ടായ കാരണം കോവിഡ് കാലത്ത് കോവിഡ് ബാധിച്ച് ഗൾഫിൽ വെച്ച് മരിച്ചവരുണ്ട്, കോവിഡുമായിട്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവരുണ്ട്. നമുക്കറിയാം 73,000 പേർക്കാണ് എക്സ്ഗ്രേഷ്യ കൊടുക്കേണ്ടി വന്നത്. കോവിഡ് മൂലം മരിച്ചത് 25,000 പേരിൽ താഴെ എന്നാണ് ഇവിടെ ഗവൺമെന്റ് പുറത്തുവിട്ടിരുന്ന കണക്ക്. പക്ഷെ ആ കണക്ക് തെറ്റായിരുന്നു എന്നുള്ളത് അവസാനം എക്സ്ഗ്രേഷ്യ കൊടുത്തവർ, അതായത് മരിച്ചവരുടെ ജീവിച്ചിരിക്കുന്നവർക്ക് കോടതി ഇടപെട്ടാണ് ഇന്ത്യയിലെ കോവിഡ് മുഖാന്തരം മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകിയത്. അതിനെയാണ് നമ്മൾ എക്സ്ഗ്രേഷ്യ എന്ന് പറഞ്ഞത്, കോവിഡ് എക്സ്ഗ്രേഷ്യ. അങ്ങനെ കോവിഡ് വഴി കേരളത്തിൽ തന്നെ 73,000 പേർക്കാണ് എക്സ്ഗ്രേഷ്യ കൊടുത്തത്. അപ്പൊ ഗവൺമെന്റിന്റെ കണക്ക് എന്ത് തെറ്റായിരുന്നു, 25,000 എന്ന് പറഞ്ഞത് എന്ത് തെറ്റായിരുന്നു എന്നറിയാമല്ലോ. അപ്പൊ അങ്ങനെ 73,000 പേർക്ക് എക്സ്ഗ്രേഷ്യ കൊടുക്കേണ്ടി വന്നു. നല്ല ഒരു പറ്റം ആൾക്കാർ ഗൾഫിൽ വെച്ച് തന്നെ കോവിഡ് മുഖാന്തരം മരിച്ചു. കോവിഡ് മുഖാന്തരം ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ പോകാൻ പറ്റാത്തവരുണ്ട് ഒരുപാട് പേര്. ഇങ്ങനെയൊക്കെ ഉള്ള ആ കണക്കുകളൊക്കെ വെച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ GSDPയുടെ 24% നമ്മുടെ റെമിറ്റൻസ് കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറഞ്ഞിരുന്ന റെമിറ്റൻസ് 32%-ലേക്ക് വീണ്ടും എത്തിയിട്ടില്ല. അത് അറൗണ്ട് 30%-ലൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. രണ്ടായാലും റെമിറ്റൻസ് കേരളത്തിന്റെ ജീവനാഡിയാണ്. നമ്മുടെ ധനപ്രതിസന്ധി കൂടിയിരിക്കുന്ന ഈ സമയത്ത് റെമിറ്റൻസ് കുറയുക എന്ന് വെച്ചാൽ അത് വീണ്ടും ഒരു കനത്ത ആഘാതമായിട്ട് തന്നെ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഫീൽ ചെയ്യാതെ ഇരിക്കുകയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് യുദ്ധം എത്രയും നേരത്തെ തീരട്ടെ. നമ്മുടെ സമ്പദ്ഘടന, അതായത് ഗൾഫ് സമ്പദ്ഘടനയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമ്പദ്ഘടനയാണ് കേരളത്തിന്റെ സമ്പദ്ഘടന. ഹോർമൂസ് കടലിടുക്ക്, അതായത് പ്രവാസികളിൽ നിന്നുള്ള വരുമാനം കുറയുന്നു എന്നത് മാത്രമല്ല കേരളത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നം. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് മുഖാന്തരം ഇന്ധനം, അതായത് നമുക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ള ഇന്ധനത്തിന്റെ 80% ഇമ്പോർട്ട് ചെയ്യുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക വഴി നമുക്ക് ഇന്ധന ലഭ്യത കുറയും. അതോടുകൂടി ഇന്ധനത്തിന്റെ വിലയിൽ വലിയ മാറ്റമുണ്ടാകും. അപ്പൊ ഇന്ധനത്തിന്റെ വിലയിൽ മാറ്റമുണ്ടാകുമ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളമായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ബലിയാട്. എന്ന് വെച്ചാല് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.6% 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലുള്ളത്. പക്ഷേ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിന്റെ 10%-ലധികം കേരളത്തിലാണ്. അതായത് 2.6% ജനം 10%-ലധികം ഉപഭോഗം നടത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഉപഭോക്തൃ കേരളം എങ്ങനെയാകും ഈ യുദ്ധത്തിന്റെ ഭീഷണിയെ നേരിടുക? നമുക്ക് ഒന്ന് പുറകോട്ട് നോക്കാം. കഴിഞ്ഞ 2025 ധനവർഷത്തിന്റെ 3ാം പാദം, അന്ന് ഓൾ ഇന്ത്യ തലത്തില്
ഉപഭോക്തൃ വില നിലവാരം 0.25%, അതായത് 0.25% ആയിരുന്നു. പക്ഷെ കേരളത്തിലെ ഉപഭോക്തൃ വില 8.56%. ഓൾ ഇന്ത്യ തലത്തിൽ 0.25% ആയിരിക്കുമ്പോൾ കേരളത്തില് 8.56%. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര മടങ്ങ് ഉയർന്ന വിലയാണ്, ഉപഭോക്തൃ വിലകളാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് എന്ന്. അതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ അവരുടെ ശമ്പള പരിഷ്കരണം നടത്തണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 2 പൈസയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 8 രൂപ 56 പൈസ കൊടുത്താലേ കിട്ടൂ എന്നാണ് പറയുന്നത്. അത്ര വലിയ വിലക്കയറ്റമാണ് കേരളത്തിലെ ആ സമയത്തും എല്ലാ കാലത്തും അങ്ങനെയാണ്. ഓൾ ഇന്ത്യ തലത്തിലെ വിലക്കയറ്റവും കേരളത്തിലെ വിലക്കയറ്റവും തമ്മിൽ ഒരു താരതമ്യവും ഇല്ലാത്ത രീതിയിലാണ് കേരളത്തിലെ വിലക്കയറ്റം. അതിന് ആക്കം കൂട്ടുന്നതാണ് ഇവിടുത്തെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ. നമുക്കറിയാം, ഓരോ ഉൽപ്പന്നത്തിനും വേണ്ടി നടത്തുന്ന അഡ്വർടൈസ്മെന്റ്സ്. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും ഓൾ ഇന്ത്യ തലത്തില് പ്രൈസ് 0.85 മാറിയിട്ടുണ്ട്. 0.25 നിന്ന് 0.85. അപ്പോൾ കേരളത്തിൽ ഇത്തിരി കുറഞ്ഞ് 7.7% എത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഇനിയും ഷൂട്ടപ്പ് ചെയ്ത് മുകളിലേക്ക് പോകും. അതുകൊണ്ട് കേരളമായിരിക്കും ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഏറ്റവും ദയനീയമായ വിക്ടിം എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. നമ്മുടെ പ്രവാസികൾ തന്നെയാണ് ജോലി നഷ്ടപ്പെട്ടു വരിക. അവരാണ് കൂടുതൽ. 45 ലക്ഷത്തോളം മലയാളികളാണ് പ്രവാസത്തിലുള്ളത് ഗൾഫ് മേഖലയിൽ. അപ്പൊ അവരുടെ ജോലി ഒരുപാട് പേരുടെ നഷ്ടപ്പെട്ടേക്കാം. കാരണം നമ്മൾ കണ്ടു, അരാംകോ അതൊക്കെ വലിയ തോതിൽ തൊഴിലാളികളെ നിയമിക്കുന്ന വലിയ കമ്പനിയാണ്. അങ്ങനെയുള്ള കമ്പനികളിലൊക്കെയാണ് സ്ഫോടനം നടത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാം. അറ്റ്ലീസ്റ്റ് റിട്രെഞ്ച്മെന്റ് കുറച്ചു കാലത്തേക്കെങ്കിലും അവർ കേടുപാടുകളൊക്കെ നീക്കി പ്രവർത്തനം തുടങ്ങുന്നത് വരെയൊക്കെയുള്ള കാലത്തെങ്കിലും അവർ തൊഴിൽ രഹിതരായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ കേരളം അനുഭവിക്കാൻ പോകുന്ന, അതായത് ഈ പറയപ്പെട്ട അമേരിക്കൻ, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഒരു താണ്ഡവ നൃത്തമാണ് നാം ഇവിടെ കേരളത്തില് കാണാനിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ യുദ്ധസമാനമായ സാഹചര്യം പ്രവാസി മലയാളികൾക്കിടയിൽ വലിയ ആശങ്ക പടർത്തിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതത്ര ഭീകരത ഇല്ലതാനും. ഈ ഒരു ആശങ്ക പ്രാദേശിക വിപണിയെയും, പെരുന്നാൾ വിപണി അടുത്തു വരുന്നു, അതിനെയും സാരമായി ബാധിക്കുമോ? പ്രവാസികളുടെ പണമയക്കൽ കുറയാനുള്ള സാധ്യതയുണ്ടോ? പ്രവാസി പണമയക്കൽ കുറയും. പ്രവാസി വിപണിയെ വളരെയധികം, പ്രവാസികളുടെ അതായത് ഇപ്പോൾ ഈ യുദ്ധം ഉണ്ടായത് ആഗോള തലത്തിൽ തന്നെ വിപണിയെ വലിയ തോതിൽ ബാധിക്കും. നമുക്ക് സ്വർണത്തിന്റെ വില ഏറ്റവും കൂടിയ സമയം ഏതാണെന്ന് അറിയാമല്ലോ. പെട്ടെന്ന് 1 ലക്ഷത്തിന് മുകളിലേക്ക് പോയത് കഴിഞ്ഞ ക്രിസ്മസ് ഈവിനായിരുന്നു. അതായത് ന്യൂ ഇയർ ഈവ്, ക്രിസ്മസ് തീരുന്നു, ന്യൂ ഇയർ ഈവ് ആകുന്നു, അപ്പോഴേക്കുമായിരുന്നു വിപണി, അതായത് എല്ലാ വിപണികളും വളരെ സജീവമായ ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെയാണ് ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച്, അതുപോലെ ഗൾഫ് നാടുകളെ സംബന്ധിച്ച് ഈ വലിയ പെരുന്നാള്, അതായത് മുസ്ലിംസിന്റെ വലിയ പെരുന്നാൾ വരുന്നു, നോമ്പ് തുറയൊക്കെ വരികയാണ്. ഇത് വലിയ ഒരു വിപണി വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. വിപണി ഉണർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുമാനം പ്രതീക്ഷിക്കുന്ന ധാരാളം വ്യാപാരി വ്യവസായികളാണ്, നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായികളാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇവരുടെ എല്ലാം പ്രതീക്ഷകളെ തച്ചുടയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധവും ആ യുദ്ധത്തിന്റെ ബാക്കി പത്രമായ വരുമാനക്ഷതം, ജോലി നഷ്ടം, ഇതൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നത്. അത് മാത്രവുമല്ല, പോക്കുവരവ് പോലും എയർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം പോക്കുവരവ് പോലും തടസ്സപ്പെടുന്ന ഒരു കാലഘട്ടം. ഇത് തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ വിപണിയെ ബാധിക്കും. അത് ആഗോള തലത്തിൽ തന്നെ വിപണികളിൽ ചലനം സൃഷ്ടിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരുപാട് പേര്, ഒരുപാട് വ്യവസായികളെ നഷ്ടത്തിലേക്ക് മൂക്കുകുത്തിക്കും. അതുപോലെ തന്നെ ഒരുപാട് ചെറുകിട നാമമാത്ര ഇടത്തരം സംരംഭങ്ങളെയും ബുദ്ധിമുട്ടിലാക്കും. ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ കിട്ടുകയുമില്ല. ഇപ്പോൾ തന്നെ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പഴം, പച്ചക്കറി, മത്സ്യവിഭവങ്ങളുടെ കയറ്റുമതി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് എന്നാണ് വാർത്തകൾ വരുന്നത്.
അപ്പോൾ കോടികളുടെ നഷ്ടം കയറ്റുമതി മേഖലയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് പ്രതിസന്ധിയുടെ ആഘാതം കൂട്ടുമോ? തീർച്ചയായിട്ടും ഗൾഫ് കൺട്രീസിലേക്ക് തന്നെ വലിയ തോതില് പച്ചക്കറികള്, അതുപോലെ എന്താണ് അരി എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ ബിരിയാണി അരി തൊട്ടുള്ള എല്ലാ തരം അരിയും ഒക്കെ ഉണ്ട്, പച്ചക്കറികളുണ്ട്. പിന്നെ അതുപോലെ സമുദ്രോൽപ്പന്നങ്ങൾ, നമ്മുടെ കൊഞ്ച് അമേരിക്കയിൽ മാത്രമല്ല പ്രിയപ്പെട്ടത്, എല്ലായിടത്തും അതൊക്കെ വളരെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ കേരളത്തിലെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, അവയുടെ കയറ്റുമതിയെ ഒരു വലിയ അളവിൽ സ്വാധീനിക്കും. അതായത് പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക അടച്ചതോടുകൂടി ഇങ്ങോട്ട് ഇന്ധനം വരാതിരിക്കുന്നത് പോലെ തന്നെയാണ് അങ്ങോട്ട് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതും. അതൊക്കെ വലിയ തോതിൽ നമ്മുടെ കമേഴ്ഷ്യൽ ലോകത്തെ, അതായത് വ്യാപാര രംഗത്തെ വലിയ സമ്മർദ്ദത്തിലാക്കും, അവരുടെയൊക്കെ നഷ്ടം വർദ്ധിപ്പിക്കും. അതൊക്കെ ഈ യുദ്ധത്തിന്റെ കെടുതിയായിട്ട് തന്നെ നാം കാണണം. അതുകൊണ്ട് എത്രയും നേരത്തെ യുദ്ധം അവസാനിക്കുന്നു അത്രയും നല്ലതാണ് കേരളത്തിന്റെ വ്യാപാര വ്യവസായ രംഗത്തെ സംബന്ധിച്ചിടത്തോളം. പല പ്രവാസികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ വലിയ ആശങ്കയിലൊന്നുമല്ല. ചില മാധ്യമങ്ങൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ നൽകുന്നുണ്ട് എന്നതൊഴിച്ചാൽ. പക്ഷേ യുദ്ധം നീണ്ടുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ഒരു ചെറിയൊരു ആശങ്ക പ്രവാസികൾക്ക് ഉണ്ട് താനും. അപ്പോൾ പ്രവാസികൾക്കായി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രവാസികൾക്കായി ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് കോടികൾ മുടക്കിയാണ് ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് പ്രവാസികൾക്ക് വേണ്ടി ഒരു പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്താണ് ഇനി പ്രവാസികൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? സത്യത്തിൽ ലോക കേരള സഭ എന്തെങ്കിലും അർത്ഥമുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഈ യുദ്ധം വന്നപ്പോൾ വളരെ ശക്തമായ രീതിയിൽ അത് ഇടപെടുമായിരുന്നു. ഈ ഗൾഫ് മേഖലയിൽ അത് എങ്ങനെയാണ് ഇടപെടുക? അവർക്ക് നയതന്ത്രപരമായിട്ട് ഇടപെടുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിനകത്ത് വലിയ ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത് ഈ ലോക കേരള സഭയിൽ. അവർക്ക് അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തിയെങ്കിലും ഈ പറയപ്പെട്ട ഡിപ്ലോമാറ്റ്സിനെ, അതായത് രാജ്യങ്ങളെ, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വാധീനിക്കാൻ കഴിയും, അതുപോലെ തന്നെ ട്രംപിനെ സ്വാധീനിക്കാൻ കഴിയും. കാരണം ഈ പ്രവാസികൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ പ്രവാസി ലോകം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രവാസി ലോകം, ഞാൻ നേരത്തെ IMF-ന്റെ കണക്കിൽ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇന്ത്യയിൽ നിന്നാണുള്ളത്. 22%, ആഗോള പ്രവാസികളുടെ 22% ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രവാസി ലോകത്തിന് ആ ലോക കേരള സഭ എന്നൊരു സഭയുണ്ടെങ്കിൽ ആ സഭയ്ക്ക് തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ തരത്തില് ഡിപ്ലോമസി കാണിക്കാൻ, നയതന്ത്രപരമായിട്ട് ഇടപെടാൻ കഴിയണം. ഇവരെ ഒന്നിച്ചു ചേർന്ന് ചായയും വടയും കഴിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിരിയുന്നതല്ലാതെ അങ്ങനെയുള്ള ഗഹനമായ ഗൗരവതരമായ കാര്യങ്ങളെ പറ്റിയുള്ള ആലോചനയോ യാതൊന്നും നടന്നിട്ടില്ല ഇതുവരെ. എത്രയോ ലോക കേരള സഭകൾ കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന് COVID-19 കാലഘട്ടത്തില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രത്യേക വിമാനം തയ്യാറാക്കുന്നവരെ ഗൾഫിൽ മരിച്ച മലയാളികൾ ഒന്നുകിൽ അവിടെ അടക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലേക്ക് കൊണ്ടുവരാൻ, രോഗം ബാധിച്ചവരെയോ മരിച്ചവരെയോ ഒന്നും കൊണ്ടുവരാൻ യാതൊരു തയ്യാറെടുപ്പും നടത്തിയിരുന്നില്ല. അതിനു മുൻപ് തന്നെ ലോക കേരള സഭ, ഈ ഗവൺമെന്റ് വന്ന തൊട്ടടുത്ത വർഷം തന്നെ ലോക കേരള സഭയ്ക്ക് വേണ്ടി പ്രത്യേക ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി തയ്യാറാക്കിയിരുന്നു. ശങ്കരൻ തമ്പി ഹാള് അതിനുവേണ്ടി റെഡിയാക്കിയിരുന്നു. പക്ഷെ അങ്ങനെ നടത്തുകയും ചെയ്തു. ലോക കേരള സഭ 1-ാം വട്ടം നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നടന്നിട്ട് പോലും ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആ സമയത്ത് ഗവൺമെന്റിനെ കൊണ്ട്, ലോക കേരള സഭയെ കൊണ്ടോ കേരള ഗവൺമെന്റിനെ കൊണ്ടോ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അവസാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഇങ്ങനെ രോഗം ബാധിച്ചവരെയും മരിച്ചവരെയും ഒക്കെ കൊണ്ടുവരാനുള്ള ഫ്ലൈറ്റ് ഒക്കെ റെഡിയാക്കിയത്. അതുകൊണ്ട് ഇപ്പോ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ? ഈ ലോക കേരള സഭ ഒന്നും അന്ന് ചെയ്തില്ലാത്തതുപോലെ ഇന്നും ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും മാധ്യമങ്ങൾ വഴിയായിട്ട് അവരുടെ ഇടപെടൽ ഒന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുമോ എന്നുള്ളതും സംശയാസ്പദമായ കാര്യമാണ്. കാരണം കോവിഡ് കാലം നമുക്ക് മറക്കാറായിട്ടില്ല.